അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ആൾക്ക് ശേഷം വീണ്ടും ഒരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കണേ. ഇപ്പോൾ ഡെയിലി വ്ളോഗിൽ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും കാര്യങ്ങളൊന്നുമില്ല, പണിക്ക് പോകണതൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാത്തത്. ഇതാണ് എൻ്റെ വണ്ടി. ഈ കാണുന്നത് 2 കളറിലെ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ട് കളർ ബ്ലാക്കും ഇവിടെ റെഡും. ഇതാണ് എൻ്റെ വണ്ടി. ഒരു അഡാറ് വണ്ടിയാണ്. ഇതേപോലത്തെ ഒരു വണ്ടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ വണ്ടി ഭയങ്കര അഡാറ് വണ്ടിയാണ് ഗൈസ്. കാരണം ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ആദ്യമായിട്ട് എടുത്ത വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. 2 കളറിലുള്ള വണ്ടി ഉണ്ട്, അതും കമൻറ്റ് ചെയ്യട്ടെ. നേരെ പണിക്ക് പോവാനാണ്. പണിക്ക് നേരെ ഓഫീസിലായിട്ട് പോകണേ. അങ്ങനെ ഗായ്സ് ഞാൻ ഒരു കണക്കിന് ഞാൻ ഇവിടെ എത്തിയട്ടാ. ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു. ഇതാണ് കുമ്പളം പാലം വരുന്നത്. കുമ്പളം പാലം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ആ ബ്ലോക്കിലൊക്കെ പെട്ട് എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കൂലേ ഇതിങ്ങനെ ഒരു ക്യാമറ എല്ലാവരും ഓർക്കുക. കാണിച്ചുതരാം. ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ട് ഗൈസ്. എല്ലാവരും അടിച്ച് പറന്ന് പോരാൻ വേണ്ടി നോക്കും. അപ്പോൾ ആ ഒരു ക്യാമറ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടാ. നല്ലൊരു കാര്യമാണ് ആ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കൊണ്ട് വെറുതെ പൈസ കൊടുക്കേണ്ടി വരികയില്ല. നമുക്ക് വേണ്ടി ഒരു ഗുണമില്ലാത്ത ഗവൺമെൻറ്റിന് കൊണ്ട് വെറുതെ കൊണ്ട് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പോവുക. സ്പീഡ് പാലം കഴിഞ്ഞ് ഇതോടൊന്ന് കുറച്ചങ്ങാട് മാറി കഴിയുമ്പോഴേക്കും സ്പീഡ് കൂട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ ഒരു സിഗ്നൽ കൂടി വരും. ആ സിഗ്നലിൻ്റെ അവിടെയും ഒരു ക്യാമറ കൂടിയുണ്ട്, അതും ശ്രദ്ധിക്കുക. ഞാൻ നേരെ ഇനി ഓഫീസിലായിട്ട് വിഷമിച്ചാണ് തന്നെ. നല്ല ബ്ലോക്കാണ്. ഈ കുഴിയും റോഡും നീന്തിയൊക്കെയാണ് നമ്മൾ ഈ വണ്ടി കൂടി ഹൈവേ കൂടി പോകണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ക്യാമറ നേരെ ഓഫീസിൽ എത്തിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ കാഴ്ച ഇതാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ അടിഭാഗം വരുന്നത്, പാർക്കിംഗ് ഏരിയ. ഇവിടെ മൊത്തം വണ്ടികളാണ്. ആ ടോപ്പിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. ടോപ്പിലായിട്ട് ഫോൺ കയറ്റാനുള്ള അധികാരം എനിക്കില്ല. ഫോൺ വീഡിയോ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണത്താൽ എനിക്ക് മൊബൈൽ ഫോൺ കയറ്റാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എയുടെ കാര്യം അതെല്ലാവരും ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ റോഡാണ്. റോഡിൻ്റെ നിയമങ്ങളും പാലിക്കുക. ആരും പാലിക്കാണ്ടെന്നിരിക്കരുത്. എല്ലാവരും നിയമങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് പാലിക്കുക. ഹെൽമെറ്റും എല്ലാം നോക്കി തന്നെ വണ്ടി ഓടിക്കുക. വെറുതെ നമ്മുടെ ഈ ഗവൺമെൻറ്റിന് കൊണ്ട് പൈസ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരെണ്ണം കിട്ടിയതാണ് ഹെൽമെറ്റിന് ക്ലിപ്പ് ഇടാത്തതിൻ്റെ പേരിൽ. ക്ലിപ്പ് ഇടാത്തതല്ല, ക്ലിപ്പ് പൊട്ടിപ്പോയെന്നാണ്. ആ പോലീസുകാരൻ സാറിനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്. പക്ഷേ പറഞ്ഞ് കുഴപ്പമില്ല പോയിക്കോന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലായിട്ടൊരു 500 രൂപ പെറ്റി കിട്ടി. അതൊക്കെ കൊണ്ട് എനിക്ക് പോലീസുകാരോടും എല്ലാവരോടും എന്താ പറയുന്നത് അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ അവസ്ഥ. അപ്പോൾ എല്ലാവരും ആ നിയമങ്ങളൊക്കെ കൂടുതലും പാലിക്കുക, ശ്രദ്ധിക്കുക. നേരെ ഓഫീസിൻ്റെ അകത്തോട്ട് കയറണേണ്. അപ്പോൾ നേരെ പണിയൊക്കെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. നേരെ കഴിഞ്ഞിട്ടൊക്കെ വരാം. ഓക്കെ. ആ കാണുന്നതാണ് ഗൈസ് ആദ്യ ഷോപ്പ് ലെൻസ് കാർട്ട്. നേരെ അങ്ങോട്ട് ഞാൻ ഫ്രണ്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നതാണ് ലെൻസ് കാർട്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ല. 1-2 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ ആ സൈഡിലായിട്ടും പാർക്ക് ചെയ്യാം. ഇവിടെ അങ്ങോട്ടും കുറച്ചൊക്കെ പാർക്ക് ചെയ്യാം. ഷോപ്പിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ലെൻസ് കാർട്ട് എല്ലാ ഫ്രെയിമും ഉണ്ട്, എവിടെയുണ്ട്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസം 2 മാസമായി കാണുള്ളൂ. അതുകൊണ്ട് നല്ലൊരു വലിയ കുമ്പില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കുഴപ്പമില്ലെന്ന് പറയാം. കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഫ്രണ്ട്. ഇതാണ് ഇവിടുത്തെ വിജയ് എന്ന് പറഞ്ഞ സ്റ്റാഫ്, ഇവിടുത്തെ മെയിൻ സ്റ്റാഫ് അല്ലേ. ഇവിടെ വേറൊരു ചേച്ചിയുണ്ട്, കസ്റ്റമർ ഉണ്ട്. ഇവിടെ ഈ സ്റ്റോർ തുടങ്ങിയിട്ട് ഏകദേശം എത്ര മാസമായി കാണും? 1 മന്ത് ആയിട്ടുള്ളൂ ഗൈസ്. 1 മന്ത്. ഈ സ്റ്റോറിലായിട്ട് ആൾക്കാരൊന്നും അധികം വന്നെത്തിയിട്ടില്ല. എല്ലാവരും വന്ന് ചേരുക. എനിക്കിനി ഇതേപോലെ കുറച്ചധികം ഷോപ്പിൽ പോകാനുണ്ട്. പണിയൊക്കെ തീർത്തിട്ട് നൈറ്റാകുമ്പോൾ വരാം. ഓക്കെ ബൈ. അങ്ങനെ ഗൈസ് രാത്രി എത്താമെന്ന് പറഞ്ഞു. രാത്രി വന്നെത്തിയത് ഫോറമാളിൻ്റെ ഫ്രണ്ടിൽ ഗൈസ്. ആണ് ഫോറമാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കണത്. നേരെ ഞാൻ തിരിച്ച് നടക്കുകയാണ് ഫോറമാളിനുള്ളിലായിട്ട്. നടന്ന് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട്. അകത്തായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നേരെ ലെൻസ് കാർഡിനുള്ളിലായിട്ട്. ലെൻസ് കാർഡ് വരുന്നത് ഫ്രണ്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഏറ്റവും എൻഡിലാണ് ഗൈസ്. നേരെ അങ്ങോട്ട് ഞാൻ നടന്നെത്തട്ടെ. അങ്ങനെ ഫൈനലി ലെൻസ് കാർഡ്. ഇതാണ് ലെൻസ് കാർഡ്. അതിന് മുമ്പ് കുറേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉള്ളി ആരെങ്കിലും ഉണ്ടാകും, നമുക്ക് നോക്കാം. കസ്റ്റമർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കസ്റ്റമർ അടുത്ത സ്റ്റാഫുകൾ അർജുൻ. അതാണ് അർജുൻ. ഇതാണ് അർജുൻ. ഞാൻ പല വീഡിയോയിലും ഞാൻ മരണ പണിയിലാണ്. പണി നടക്കട്ടെ. അങ്ങനെ ഗൈസ് ഇത് കൂപ്പറിൻ്റെ സെക്ഷൻ.
ഇത് എന്തിൻ്റെ സെക്ഷനാണെന്ന് എനിക്കറിയില്ല. ലെൻസ് കാട്ടെന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂട്ടാ. ഗൈസ് ഇതൊക്കെ മെറ്റൽ സെക്ഷനാട്ടാ. മെറ്റൽ സെക്ഷനിൽ എനിക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടമായി, പിന്നെ ഈ ഒരു ഫ്രെയിം ഇഷ്ടമായി. ഈ ഒരു ഫ്രെയിമിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ ഉണ്ടാവും. കൊള്ളാം അത്ര ക്വാളിറ്റി ഇല്ല, മെറ്റലായതുകൊണ്ട് ഒരുപാട് നല്ല യൂസ് നടക്കൂല, റഫ് യൂസൊന്നും എന്തായാലും നടക്കൂല. വേറെ നോക്കട്ടേട്ടാ. അത്യാവശ്യം ഈ ഫ്രെയിമിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിമാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ റിവ്യൂ കേൾക്കണം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുതരാവേ. കേട്ടോ, കുറച്ച് എൻ്റെ വീഡിയോയിൽ കണ്ടാൽ മതി ഗൈസ്. ഒരുപാട് സൺഗ്ലാസ് പണികളൊക്കെ തീർത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഫോറം മാളിൻ്റെ വെള്ളിയിലിറങ്ങി ചേർന്നിരിക്കുകയാണ്. ഇനി നേരെ പണിയും കഴിഞ്ഞ് നേരെ വീട്ടിലാട്ട് പോകണമെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളുണ്ട് ഗൈസ്, അവിടെ പോയി ഒന്ന് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ എനിക്കൊന്ന് പെരുന്നാൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അവിടുത്തെ ആരെങ്കിലും ഉണ്ടാവുമെന്നറിയാൻ പറ്റില്ല. സാധാരണ എല്ലാ വർഷവും രാത്രി വരെ ആൾക്കാരുണ്ടാണ്. ഇവിടുത്തെ സിറ്റുവേഷനും അവസ്ഥയൊക്കെ കൊണ്ട് ആൾക്കാർ നേരത്തെ പോകുമെന്ന് എനിക്കറിയില്ല. നേരെ പള്ളിപ്പെരുന്നാളിൻ്റെ അടുത്തായിട്ട് അവിടെ പോയിട്ട് ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ എത്തിയിട്ട് ഞാൻ വരാം. മൂട് നല്ല പൊള്ളി മൂട് കേടാ. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഗൈസ്, കുറച്ചധികം. എന്താ അറ്റം കാണാണ് പള്ളി. ഞാൻ അടുത്തെത്തി. നല്ല ഭംഗി ഗൈസ് പള്ളി കാണാൻ. പള്ളിയിലെ കളറൊക്കെ കണ്ട മുട്ടൻ പരിപാടി നടക്കാനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒന്നാണ് പള്ളി. അവിടെ ബാൻഡ് ചെണ്ട വിത്ത് ഫിഷ് നടക്കണേണ്. പിള്ളേരൊക്കെ അവിടെ എൻജോയ് ചെയ്യണം കേട്ടോ. പള്ളീൻ്റെ ഫ്രണ്ട് അവിടെ ഇരിക്കണ എൻ്റെ കസിൻസൊക്കെയാണ്. അതായത് ഇങ്ങോട്ടും വേറെ മൂഡ്, നല്ലൊരു മൂഡ്. ആൾക്കാരൊക്കെ ഏകദേശം ഒതുങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാനാണ്. പള്ളീൻ്റെ ഫ്രണ്ട് ഇരുന്ന് എൻഡ് ചെയ്യാനാണ്. കിടില മൂഡായിരുന്നു പള്ളി. ഞങ്ങളൊന്ന് ആഘോഷിച്ച് അടിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ഗൈസ്. ടാറ്റ. ഇത് പാലാരിവട്ട സ്റ്റോറിലെ അമൃതേശം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. വ്ളോഗിൽ അടിയാൻ പറഞ്ഞിട്ട് ഞാൻ അടിയാണ്. എല്ലാവരും പാലാരിവട്ട സ്റ്റോറിൽ അമൃതേശനെ കാണാൻ എല്ലാവരും പോയി. യാസിൻ ഇപ്പോൾ പോയത് വെച്ചിട്ട് വെറുതെ. ആ ഇത് അഖില ഇവന്മാരും ഈ പാടിയോട്ട സ്റ്റോറാ. ഈ സ്റ്റോറിലായിട്ടും എല്ലാവരും എത്തിപ്പെട്ടോട്ടാ. അല്ലേ അപ്പോൾ ഇത് ലുലു മാൾസ്റ്റോറിലൊരു വ്യക്തി, വേറൊരു വ്യക്തി. ഇവിടെ രണ്ട് വ്യക്തികളിൽ നിന്ന് പണിയെടുക്കണം. എടാ ഹായ് ഗായ്സ്. എടാ